Good morning, Makale. Welcome back to Easy Classes. Today we have to discuss about the part 5 of the chapter Biotechnology Principles and Process. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ടൂൾസ് ഓഫ് ആർ ടെക്നോളജിയിൽ റെസ്ട്രിക്ഷൻ ഇൻ ന്യൂക്ലിയസ് കഴിഞ്ഞു, ക്ലോണിംഗ് വെക്ടർ കഴിഞ്ഞു. ക്ലോണിംഗ് വെക്ടർ കഴിഞ്ഞിട്ടില്ല. ഫീച്ചേഴ്സ് ഓഫ് ക്ലോണിംഗ് വെക്ടർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ORI site, vector must have a ORI site, vector must have a selectable marker or antibiotic resistant gene, vector must have a ക്ലോണിംഗ് സൈറ്റ് എന്നുള്ള ടോപ്പിക്സാണ് ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞത് അല്ലേ. ഇതിൽ നമ്മൾ നാലാമത്തെ ഒരു ഫീച്ചേഴ്സ് ഓഫ് ക്ലോണിംഗ് വെക്ടറിൽ നാലാമത്തെ ഒരു പോയിന്റ് കൂടി പറഞ്ഞു. പ്ലാസ്മിഡ് വെക്ടറിൻ്റെ ഫീച്ചർ മാത്രമല്ല, ക്ലോണിംഗ് വെക്ടർ എന്നുള്ള ടോപ്പിക്കിൽ വരുന്നതാണ്, ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. ഫോർത്ത് പോയിന്റ് അല്ലേ, ഫീച്ചേഴ്സ് ഓഫ് ക്ലോണിംഗ് വെക്ടറിലെ ഫോർത്ത് പോയിൻ്റാണ് വെക്ടർ യൂസ്ഡ് ഫോർ ട്രാൻസ്ഫർ ഓർ ക്ലോണിംഗ് ജീൻസ് ഇൻ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. അതായത് വെക്ടറിന് ഒരു എന്തൊക്കെ ഫീച്ചർ ഉണ്ട്, ORI സൈറ്റ് ഉണ്ട്, സെലക്റ്റബിൾ മാർക്കേഴ്സ് ഉണ്ട്, ക്ലോണിംഗ് സൈറ്റ് ഉണ്ട് എന്ന് മാത്രമല്ല, നാലാമതൊരു ഫീച്ചർ അതിൻ്റെ ജനറൽ ഫീച്ചറായിട്ട് പറയുന്നതാണ് വെക്ടേഴ്സ് ആർ യൂസ്ഡ് ഫോർ ക്ലോണിംഗ് ഓർ ട്രാൻസ്ഫർ ജീൻസ് ഇൻ പ്ലാന്റ്സ് ആൻഡ് പ്ലാന്റ്സിലേക്കും ആനിമൽസിലേക്കും ടാർഗറ്റഡ് ജീൻസിനെ ട്രാൻസ്ഫർ ചെയ്യാനായിട്ടും വെക്ടർ ഉപയോഗിക്കുന്നു എന്നുള്ളൊരു എക്സ്ട്രാ പോയിന്റ്. ഓക്കെ, അപ്പോൾ ഇതിൽ വെക്ടർ എന്ന് പറയുന്ന 2 വെക്ടേഴ്സാണ് സാധാരണയായിട്ട് നമുക്ക് യൂസ് ചെയ്യുന്നത്. നമുക്കിവിടെ പഠിക്കാനുള്ളത് ചാപ്റ്ററിൽ നമ്മുടെ NCERT ടെക്സ്റ്റിൽ പറയാനുള്ളത് 2 വെക്ടേഴ്സാണ്. അതായത് പ്ലാന്റ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ഒരു വെക്ടർ, ആനിമൽസിലേക്ക് ടാർഗറ്റഡ് ജീൻസിനെ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് വേറൊരു വെക്ടർ. ഓക്കെ, അപ്പോൾ പ്ലാന്റ്സിലേക്ക് ആരെയാണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ അഗ്രോബാക്ടീരിയം ടൂമിഫേഷ്യൻസ് എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ ഉണ്ട്. എന്താണ് ബാക്ടീരിയത്തിൻ്റെ പേര്? അഗ്രോബാക്ടീരിയം ടൂമിഫേഷ്യൻസ്. ഈ അഗ്രോബാക്ടീരിയം ടൂമിഫേഷ്യൻസ് എന്ന ബാക്ടീരിയൻ്റെ പ്ലാസ്മിഡ് ഉണ്ട്. ആ പ്ലാസ്മിഡിനെ പറയുന്ന പേരാണ് TI പ്ലാസ്മിഡ്. എന്തുകൊണ്ട് അതിനെ TI പ്ലാസ്മിഡ് എന്ന് പറയാൻ കാരണം, ഇത് അഗ്രോബാക്ടീരിയം ബാക്ടീരിയയാണ്, അതിൻ്റെ പ്ലാസ്മിഡ് ഉണ്ടല്ലോ, ഇത് അതിൻ്റെ ജീനും. ഇതിന് TI പ്ലാസ്മിഡ് എന്ന് പറയാൻ കാരണം ഈ പ്ലാസ്മിഡ് ഹാവ് ദി എബിലിറ്റി ടു ട്രാൻസ്ഫർ നോർമൽ പ്ലാന്റ് സെൽസ് ടു ട്യൂമറസ്. ട്യൂമർ എന്ന് വെച്ചാൽ എന്താ അല്ലേ, മാസ് ഓഫ് ടിഷ്യൂസ് അല്ലേ, അതിനെയാണ്. അതായത് നോർമൽ സെൽസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എന്താണ് കണ്ടിന്യൂസ് ഇങ്ങനെ റാപ്പിഡായിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിന് അൺഡിഫറൻഷിയേറ്റഡ് മാസ് ഓഫ് ടിഷ്യൂ ആയിട്ട് മാറും. അതിനാണ് ട്യൂമറസ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നോർമൽ സെൽസിനെ പ്ലാന്റ്സിലൊരു ട്യൂമറസ് സെൽസ് ഉണ്ടാക്കുക നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ, ഉണ്ട പോലെ ലീഫിലും സ്റ്റെമ്മിലൊക്കെ ഒരു ഗ്രോത്ത് ഓഫ് സെൽസ് കാണപ്പെടും അല്ലേ, ട്യൂമറസ് സെൽസ് എന്ന് പറയും. അപ്പോൾ നോർമൽ സെൽസിനെ ട്യൂമറസ് ആക്കുന്ന, നോർമൽ പ്ലാന്റ് സെൽസിനെ ട്യൂമറസ് ആക്കാൻ കഴിവുള്ള ഒരു പ്ലാസ്മിഡാണ് അഗ്രോബാക്ടീരിയം ടൂമിഫേഷ്യൻസ് എന്ന് പറയുന്ന ബാക്ടീരിയത്തിൻ്റെ TI പ്ലാസ്മിഡായിട്ടുള്ള TI പ്ലാസ്മിഡ്. TI മീൻസ് ട്യൂമർ ഇൻഡ്യൂസിങ് ബാക്ടീരിയ. അപ്പോൾ ഈ TI പ്ലാസ്മിഡിൽ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ, TI പ്ലാസ്മിഡിൽ ഒരു DNA ഉണ്ട്. ആ DNA പറയുന്ന പേരാണ് tDNA. ഓക്കെ, ആ tDNA ഹാവ് ദി എബിലിറ്റി ടു ട്രാൻസ്ഫോം നോർമൽ സെൽസ് ടു ട്യൂമറസ്. ഓക്കെ, ക്ലിയർ ആയില്ലോ. അപ്പോൾ TI പ്ലാസ്മിഡിലുള്ള tDNA ഹാസ് ദി എബിലിറ്റി ടു ട്രാൻസ്ഫർ നോർമൽ പ്ലാന്റ് സെൽസ് ടു ട്യൂമറസ്. ഓക്കെ, ആൻഡ് ഇറ്റ് പ്രൊഡ്യൂസസ് സം കെമിക്കൽസ് വിച്ച് ആർ എസെൻഷ്യൽ ഫോർ ദി പാത്തോജൻസ്. ഇത് പാത്തോജൻ എന്ന് പറയുന്നത് എന്താ, TI പ്ലാസ്മിഡ് ഓഫ് അഗ്രോബാക്ടീരിയ അല്ലേ. അഗ്രോബാക്ടീരിയത്തിന് ആവശ്യമായിട്ടുള്ള കെമിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ അതവിടെ എന്താണ് മൾട്ടിപ്ലൈ ചെയ്ത് ട്യൂമറസ് സെൽസ് കുറേ ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഇതാണ് ഒരു വെക്ടർ. ഏതാണ്? അതൊരു പ്ലാസ്മിഡാണ്, TI പ്ലാസ്മിഡ് ഓഫ് അഗ്രോബാക്ടീരിയം ടൂമിഫേഷ്യൻസ് വിച്ച് ഈസ് യൂസ്ഡ് ടു ട്രാൻസ്ഫർ ദി ടാർഗറ്റഡ് ജീൻസ് ടു പ്ലാന്റ് സെൽസ്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ TI പ്ലാസ്മിഡിൽ ഒരു tDNA ഉണ്ട്, അതിനൊരു കപ്പാസിറ്റി ഉണ്ട് നോർമൽ സെൽസിൽ പെട്ടെന്ന് ട്യൂമറസ് ആക്കി ട്രാൻസ്ഫർ ചെയ്യാനുള്ള അല്ലേ. അപ്പോൾ ഈ ട്രാൻസ്ഫറബിൾ എബിലിറ്റി ഓഫ് this TI plasmid is only taken and its pathogenic effect is disarmed എന്ന് പറഞ്ഞാൽ ഇല്ലാണ്ടാക്കുക. എന്നിട്ട് ഈ വെക്ടറിനെ ഒരു സൂട്ടബിൾ വെക്ടറായിട്ട് ഉപയോഗിക്കും ടു ട്രാൻസ്ഫർ ടാർഗറ്റഡ് ജീൻസ് ടു പ്ലാന്റ്സ്. മനസ്സിലായല്ലോ എന്താ പറഞ്ഞത്? വൺസ് മോർ, ദ transferable capacity of TI plasmid is only taken and its pathogenic effect is disarmed and it is used as a suitable vector to transfer ടാർഗറ്റഡ് ജീൻസ് ടു പ്ലാന്റ് സെൽസ്. ക്ലിയർ ആയല്ലോ? ഇത്രയേ ഉള്ളൂ. എന്താ, TI പ്ലാസ്മിഡിനെ മോഡിഫൈ ചെയ്യും, ഇറ്റ്സ് പാത്തോജനിക് എഫക്റ്റ് ഈസ് ഡിസാംഡ് ആൻഡ് ട്രാൻസ്ഫറബിൾ കപ്പാസിറ്റി ഈസ് ഓൺലി ടേക്കൻ ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ സ്യൂട്ടബിൾ വെക്ടർ ടു ട്രാൻസ്ഫർ ദ ടാർഗറ്റഡ് ജീൻസ് ടു പ്ലാന്റ്സ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇനി രണ്ടാമത് another vector, second vector is എന്ന് പറയുന്നത്
വിച്ച് ഈസ് യൂസ്ഡ് ടു ട്രാൻസ്ഫർ ടാർജറ്റഡ് ജീൻസ് ടു ആനിമൽസ്. ആനിമൽസിലേക്ക് ടാർജറ്റഡ് ജീൻസിനെ ട്രാൻസ്ഫർ ചെയ്യാൻ ഉപയോഗിക്കുന്ന വെക്ടറാണ് അടുത്തൊരു വെക്ടർ. അപ്പോൾ പ്ലാന്റ്സിലേക്ക് നമ്മൾ TA പ്ലാസ്മിഡ് ഉപയോഗിച്ചു. TA പ്ലാസ്മിഡ് മാത്രം പറഞ്ഞാൽ പോരാ, അഗ്രോബാക്ടീരിയം ടൂമിഫേഷ്യൻസിൻ്റെ TA പ്ലാസ്മിഡ്, അതിൽ TDNA ഉണ്ട്. അത് നോർമൽ സെൽസിനെ ട്രാൻസ്ഫറാക്കി ട്യൂമറസ് ആക്കുന്നു. ദിസ് ട്രാൻസ്ഫറബിൾ എബിലിറ്റി ഈസ് ഓൺലി ടേക്കൺ ആൻഡ് ഇറ്റ്സ് പാത്തോജനിക് എഫക്റ്റ് ഈസ് ഡിസാംഡ്. ഓക്കെ, ഇനി ഇവിടെ ആനിമൽസിലേക്ക് ഉപയോഗിക്കുന്ന വെക്ടർ, പ്ലാസ്മിഡ് എന്ന് പറയാൻ പറ്റില്ല കേട്ടോ. വെക്ടർ ഈസ് യൂസ്ഡ് ടു ട്രാൻസ്ഫർ ടാർജറ്റഡ് ജീൻസ് ടു പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് എന്നാണ് നമ്മൾ ഫീച്ചറായിട്ട് പറഞ്ഞത് അല്ലേ. അതാരാണെന്ന് ചോദിച്ചാൽ റിട്രോ വൈറസ് ആണ്. നമുക്കറിയാം വൈറസ് എന്താണെന്ന് എല്ലാവർക്കും അറിയാം അല്ലേ. എന്താണ്, ഇൻഡിവിജ്വലായിട്ട് നിൽക്കുമ്പോൾ നോൺ ലിവിങ് ആയിട്ടുള്ളത് ഒരു ലിവിങ് ബോഡിയിലേക്ക് വരുമ്പോൾ എന്താണ്, ലിവിങ് ആവുന്ന ബാക്ടീരിയക്കാട്ടും ചെറുതായിട്ടുള്ള ഒരു ന്യൂക്ലിയോ പ്രോട്ടീനാണ് വൈറസ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. ബാക്ടീരിയനെ സീവ് ചെയ്യുന്ന പ്ലാറ്റിൽ കൂടെ അത് കടന്നു പോകുന്നത്, അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ബാക്ടീരിയക്കാട്ടും ചെറുതാണെന്ന് വൈറസസ് അല്ലേ. അപ്പോൾ ഈ വൈറസസിന് ജനറ്റിക് മെറ്റീരിയൽ എന്താണ്, റിട്രോ വൈറസസിൻ്റെ ജനറ്റിക് മെറ്റീരിയൽ RNA ആണ്. RNA സിംഗിൾ സ്റ്റാൻഡേർഡ് ന്യൂക്ലിയോടൈഡ് സീക്വൻസസ് ആണ് അല്ലേ. അപ്പോൾ ഈ ഒരു സിംഗിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഈ ന്യൂക്ലിയോടൈഡ് സീക്വൻസസ് എന്ത് ചെയ്യും, റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ നടന്നിട്ട് അത് DNA പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ എന്താണെന്ന് അറിഞ്ഞാൽ ട്രാൻസ്ക്രിപ്ഷൻ എന്താണെന്ന് അറിയണം അല്ലേ. അപ്പോൾ നമ്മൾ മോളിക്കുലാർ ബയോളജിയിൽ പഠിക്കുന്ന ഒരു ടോപ്പിക്കാണ്. നമ്മളെ ബോഡിയിൽ സെല്ലിൽ ന്യൂക്ലിയസിൽ ക്രോമസോമിൽ DNA ഉള്ളിലാണ് ജീൻ ഉള്ളത്. അപ്പോൾ DNAനെ നമ്മൾ DNA ജീൻ ഉണ്ട്, പക്ഷെ ആ ജീൻ എക്സ്പ്രസ് ചെയ്താൽ മാത്രമാണ് ആ ജീനിന്, അതായത് നമ്മളെ ഐ കളറിന് കാരണമായിട്ടുള്ള ജീനാണ്, ആ ജീൻ എക്സ്പ്രസ് ചെയ്താൽ മാത്രമാണ് ആ ഐ കളർ ബ്ലൂ കളർ എന്നുള്ള അതിൻ്റെ കളറ് നമുക്ക് എന്താണ് ഫീനോട്ടിപ്പിക്കലി കാണാൻ പറ്റുള്ളൂ. ഓക്കെ, പിന്നെ നമുക്കൊരു ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ജീനുണ്ട് നമ്മുടെ ബോഡിയിൽ, ഒരു ക്രോമസോമിൽ DNA. അപ്പോൾ ആ ജീൻ അവിടെ ഉണ്ട്, ആ DNA ആ ജീനുണ്ട്. ആ DNA അപ്പോൾ എന്ത് ചെയ്യണം, എക്സ്പ്രസ് ചെയ്താലാണ് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻറ്റ് ജീൻ എക്സ്പ്രസ് ചെയ്തിട്ട് അതിൽ നിന്നുള്ള നമുക്ക് പ്രൊഡക്റ്റ്. ഓക്കെ, അപ്പോൾ ആ ജീൻ എക്സ്പ്രസ് ചെയ്താൽ കിട്ടുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് പ്രോട്ടീനാണ്. ഓക്കെ, അപ്പോൾ ജീൻ എക്സ്പ്രഷൻ എന്ന് പറയുന്നൊരു ടോപ്പിക്ക് സെയിം സെൻട്രൽ ഡോഗ്മ എന്ന് പറയുന്ന ടോപ്പിക്, സെൻട്രൽ ഡോഗ്മ ബൈ ഫ്രാൻസിസ് ക്രിക്ക്, പ്രോട്ടീൻ സിന്തസിസ്, ഇത് മൂന്നും ഒന്ന് തന്നെയാണ് നമ്മൾ മോളിക്കുലാർ ബയോളജിയിൽ പഠിക്കും. അതായത് സെല്ലിൽ, ന്യൂക്ലിയസിൽ, ക്രോമസോമിൽ, DNA ജീനുണ്ട് അല്ലേ. അപ്പോൾ DNAക്ക് ഉള്ള ഇൻഫർമേഷൻസ്, ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള DNAയിലുള്ള ഇൻഫർമേഷൻസ് ട്രാൻസ്ക്രൈബ് ചെയ്തിട്ട് mRNAയിലേക്ക് എത്തുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് ട്രാൻസ്ക്രിപ്ഷൻ. mRNAയിൽ നിന്ന് ആ ഇൻഫർമേഷൻസ് പ്രോട്ടീനിലേക്ക് പോകുന്നു, ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു. അതായത് mRNAയിൽ നിന്ന് ഒരു പർട്ടിക്കുലർ പ്രോട്ടീൻ ഉണ്ടാകുന്ന പ്രോസസ്സാണ് ട്രാൻസ്ലേഷൻ. ഓക്കെ, ട്രാൻസ്ക്രിപ്ഷനും ട്രാൻസ്ലേഷനും കൂടി നടന്നാലാണ് ഒരു ജീൻ്റെ എക്സ്പ്രഷൻ നടക്കുക. ഇതിനെയാണ് സെൻട്രൽ ഡോഗ്മ എന്ന് പറയുന്നത്, ജീൻ എക്സ്പ്രഷൻ എന്ന് പറയുന്നതും പ്രോട്ടീൻ സിന്തസിസ് എന്ന് പറയുന്നതും. ഓക്കെ, അപ്പം നമ്മൾക്കുള്ള ഓരോ ക്യാരക്ടേഴ്സും എക്സ്പ്രസ് ആവുന്നതും നമ്മൾ ലിപ്പേസ് എന്നുള്ള എൻസൈം പ്രൊഡ്യൂസ് ചെയ്താൽ മാത്രമാണ് ലിപ്പേസ് ഒരു പ്രോട്ടീനാണ് എൻസൈം. അപ്പോൾ ആ ലിപ്പേസ് പ്രൊഡ്യൂസ് ചെയ്താൽ മാത്രമേ നമ്മൾ കഴിക്കുന്ന ഫാറ്റിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ലിപ്പേസ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ലിപ്പേസിനെ കോഡ് ചെയ്തിരിക്കുന്ന ജീന് എക്സ്പ്രസ് ചെയ്യണം. DNAക്ക് എക്സ്പ്രഷൻ സംഭവിച്ചിട്ട് ആദ്യം ട്രാൻസ്ക്രിപ്ഷൻ നടന്നിട്ട് അത് പർട്ടിക്കുലർ mRNA പ്രൊഡ്യൂസ് ചെയ്യും. mRNAയിൽ നിന്ന് ഒരു പർട്ടിക്കുലർ പ്രോട്ടീൻ, അപ്പോൾ മാത്രമാണ് ലിപ്പേസ് ഉണ്ടാവുകയുള്ളൂ. ഓക്കെ, ക്ലിയർ ആയില്ല. അപ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള കുറേ ജീൻസ് ഉണ്ട്, ആ ജീൻസൊക്കെ എക്സ്പ്രസ് ചെയ്യണമെങ്കിൽ പ്രോട്ടീൻ സിന്തസിസ് നടക്കണം, അല്ലെങ്കിൽ സെൻട്രൽ ഡോഗ്മ ജീൻ എക്സ്പ്രഷൻ സംഭവിക്കണം അല്ലേ. അപ്പോൾ ആ ജീൻ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞ മെയിൻ സ്റ്റെപ്പ് ഏതൊക്കെയാ, നമ്മളെ ക്രോമസോമിലുള്ള DNA-ക്ക് ട്രാൻസ്ക്രിപ്ഷൻ നടന്നിട്ട് DNAയിലുള്ള ഇൻഫർമേഷൻസ് എവിടെ എത്തണം, mRNAയിലേക്ക് എത്തുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് ട്രാൻസ്ക്രിപ്ഷൻ. ഓക്കെ, നമ്മളുള്ളത് ജനറ്റിക് മെറ്റീരിയൽ DNA അല്ലേ. ഈ ട്രാൻസ്ക്രിപ്ഷൻ നടന്ന mRNA, അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ, അതായത് നമ്മൾ DNA ഈസ് ഡബിൾ സ്റ്റാൻഡേർഡ് ആണ് അല്ലേ. DNA ഈസ് എ ഡബിൾ സ്റ്റാൻഡേർഡ് സ്ട്രക്ചറാണ്. ഓക്കെ, അപ്പോൾ ഈ ഡബിൾ സ്റ്റാൻഡേർഡ് DNA, ഓക്കെ, ഈ DNAയുടെ സ്റ്റാൻഡ് സെപ്പറേറ്റ് ചെയ്യണം. അതിനെങ്ങനെ എന്താ ചെയ്യേണ്ടത്, ഹീറ്റ് ചെയ്യുക.
നോർമലി നമ്മുടെ ടോപ്പോ ഐസോമറേസ് എന്ന് പറഞ്ഞ എൻസൈം ഉണ്ട്. ഹൈഡ്രജൻ ബോണ്ട് ഇതിൻ്റെ നടുവിലുള്ള ഈ 2 സ്റ്റാൻഡിൻ്റെ നടുവിലുള്ള ഹൈഡ്രജൻ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് ഈ എന്താണ് DNA സ്റ്റാൻഡിങ്ങിനെ സെപ്പറേറ്റ് ചെയ്യും. റെപ്ലിക്കേഷൻ ഫോർക്ക് എന്നൊക്കെ പറയും, മോളിക്കുലർ ബയോളജിയിൽ പഠിക്കും കേട്ടോ. ഇതിൽ ഒരു സ്റ്റാൻഡ് 5' 3' ഡയറക്ഷനിലാണ്, മറ്റൊരു സ്റ്റാൻഡ് 3' 5' ഡയറക്ഷനിലാണ്. ഇതിൽ 3' 5' ഡയറക്ഷനിലുള്ള സ്റ്റാൻഡ് ടെംപ്ലേറ്റ് ആയിട്ട് ആക്ട് ചെയ്തിട്ട് ഒരു mRNA ഉണ്ടാവും. mRNA എന്ന് പറയുന്നത് എന്താ, അതായത് ഡബിൾ സ്റ്റാൻഡേർഡ് DNA-യിൽ നിന്ന് സിംഗിൾ സ്റ്റാൻഡേർഡ് mRNA ഉണ്ടാകുന്ന പ്രോസസ്സാണ് എന്ത് പറയുന്നത് ഡബിൾ സ്റ്റാൻഡേർഡ് mRNA-യിൽ നിന്ന് സിംഗിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ആരുണ്ടാകുന്നു, ഇത് ഡബിൾ സ്റ്റാൻഡേർഡ് mRNA, അതിൽ നിന്ന് ആരുണ്ടാകുന്നു, സിംഗിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു mRNA ഉണ്ടാകുന്ന പ്രോസസ്സാണ് എന്ത്, ട്രാൻസ്ക്രിപ്ഷൻ. ഓക്കെ, അപ്പോൾ ഈ ഡബിൾ സ്റ്റാൻഡേർഡ് DNA-യിൽ നിന്ന് DNA-യുടെ 3' 5' ഡയറക്ഷനിലുള്ള സ്റ്റാൻഡ് ടെംപ്ലേറ്റ് ആയിട്ട് ആക്ട് ചെയ്തിട്ട് അതിൽ നിന്ന് 5' 3' ഡയറക്ഷനിൽ ഒരു mRNA ഉണ്ടാകുന്നു. ഓക്കെ, പുതിയ ന്യൂക്ലിയോടൈഡ് സീക്വൻസസുകളിൽ DNA-യുടെ ആയാലും RNA-യുടെ സ്റ്റാൻഡ് 5' 3' ഡയറക്ഷനിൽ മാത്രമേ സിന്തസൈസ് ചെയ്യുള്ളൂ. അതുകൊണ്ടാണ് സെപ്പറേറ്റ് ചെയ്ത 2 സ്റ്റാൻഡും mRNA ഉണ്ടാക്കാണ്ടിരുന്നത്. mRNA 2 ഉണ്ടായാൽ 2 കൂടി ചേർന്ന് ഡബിൾ സ്റ്റാൻഡേർഡ് mRNA ഉണ്ടാവും, ട്രാൻസ്ലേഷൻ നടക്കില്ല. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് മോളിക്കുലർ ബയോളജി പറയുമ്പോൾ ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. ഇത് എക്സ്ട്രാ പോയിൻ്റ് ആണ്. അപ്പോൾ സിംഗിൾ സ്റ്റാൻഡേർഡ് mRNA എന്തുണ്ടാവും എന്ന് വെച്ചാൽ ഈ ഒരു സ്റ്റാൻഡേർഡ് ഡബിൾ സ്റ്റാൻഡേർഡ് mRNA-യുടെ രണ്ട് സ്റ്റാൻഡേർഡ് ടെംപ്ലേറ്റ് ആയിട്ട് ആക്ട് ചെയ്താൽ 2 ഡബിൾ സ്റ്റാൻഡേർഡ് RNA അടുത്ത് വരും, ഇവിടെയും വരും. അപ്പോൾ ഈ 2 ഡബിൾ സ്റ്റാൻഡേർഡ് RNA കൂടി ചേർന്നാൽ കോംപ്ലിമെൻ്ററി ഡബിൾ സ്റ്റാൻഡേർഡ് RNA ഉണ്ടാവും. ഓക്കെ, അത് ട്രാൻസ്ലേഷനെ പ്രിവെൻറ്റ് ചെയ്യും. അതുകൊണ്ട് ഒരിക്കലും എന്താണ് mRNA ഒരു സ്റ്റാൻഡ് മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. അപ്പോൾ ഏത് സ്റ്റാൻഡായിരിക്കും mRNA പ്രൊഡ്യൂസ് ചെയ്യുക, പുതിയതുണ്ടാകുന്ന എല്ലാ സ്റ്റാൻഡും 5' 3' ഡയറക്ഷനിൽ ഉണ്ടാവുക. അപ്പോൾ 3' 5' ഡയറക്ഷനിൽ സെപ്പറേറ്റ് ചെയ്ത DNA സ്റ്റാൻഡിന് കോംപ്ലിമെൻ്ററി ആയിട്ട് mRNA ഉണ്ടാവും. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഓക്കെ, ഈ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ്, DNA-യിൽ നിന്ന് mRNA ഉണ്ടാകുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് എന്ത്, ഡബിൾ സ്റ്റാൻഡേർഡ് DNA-യിൽ നിന്ന് സിംഗിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള mRNA ഉണ്ടാകുന്ന പ്രോസസ്സാണ് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്, അല്ലേ? ഈ പ്രോസസ്സിൻ്റെ റിവേഴ്സ് നമ്മുടെ RNA-യിൽ നടക്കും. ഓക്കെ, അതായത് റിട്രോ വൈറസിൻ്റെ പ്രത്യേകത എന്താണെങ്കിൽ റിട്രോ വൈറസസിൽ നടക്കുന്ന ഒരു പ്രൊസീജിയറാണ് റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ. എന്താ റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ, റിട്രോ വൈറസിൻ്റെ ജെനറ്റിക് മെറ്റീരിയൽ RNA ആണ്. അപ്പോൾ RNA എന്ന് പറയുന്ന അതിൻ്റെ ജെനറ്റിക് മെറ്റീരിയലായ RNA-ക്ക് റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ നടന്നിട്ട് അതിൽ നിന്ന് എന്താണ്ടാവുക, ഡബിൾ DNA ഉണ്ടാവും. ഓക്കെ, ഈ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ. ഓക്കെ, ക്ലിയർ ആയില്ലോ? അപ്പോൾ റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ ഇത് നമുക്ക് മോളിക്കുലർ ബയോളജിയിൽ പഠിക്കുന്നതാണ്, പക്ഷെ നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം. എന്താണ് റിട്രോ വൈറസിൻ്റെ പ്രത്യേകത, റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്ന ഓർഗാനിസം ഏതിലാണ്. സാധാരണ എല്ലാ ജെനറ്റിക് മെറ്റീരിയൽ എല്ലാ DNA-യിലും ട്രാൻസ്ക്രിപ്ഷനാണ് നടക്കുക. എവിടെയാണ് റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ നടക്കുക എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ബോർഡ് എക്സാം എടുത്ത് നോക്കുമ്പോൾ കാണാം. ആരല്ല, അപ്പോൾ അത് ഓൾറെഡി നമ്മൾ പഠിക്കും മോളിക്കുലർ ബയോളജിയിൽ, അല്ല ഇനി നമ്മൾ പഠിക്കും. അപ്പോൾ ഓൾറെഡി നമ്മളിപ്പോൾ പഠിച്ചിരിക്കുന്നു എന്ന് മാത്രം അറിഞ്ഞിരിക്കണം. റിട്രോ വൈറസസ് ഹാസ് ദ എബിലിറ്റി ടു ഏത് പ്രോസസ്സാണ് റിട്രോ വൈറസസിൽ നടക്കുന്നത്, റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, RNA എന്ന് പറയുന്ന അതിൻ്റെ ജെനറ്റിക് മെറ്റീരിയലിൽ നിന്ന് ഡബിൾ സ്റ്റാൻഡേർഡ് DNA ഉണ്ടാകുന്ന പ്രോസസ്സ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇത് ജസ്റ്റ് ഇത്രയും പോയിൻ്റ് എക്സ്ട്രാ പറഞ്ഞതാണ്. ഇത്രയും പോയിൻ്റ് കേട്ടോ. എന്താ റിട്രോ വൈറസ് എന്ന് പറഞ്ഞാൽ റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ എന്നുള്ളത് പറയാതെ ഇരിക്കാൻ പറ്റില്ല എനിക്ക്. ഓക്കെ, അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി തന്നു. ഒന്നുകൂടെയൊക്കെ നമ്മൾ മോളിക്കുലർ ബയോളജിയിൽ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ പോയിന്റിലേക്ക് തിരിച്ചു പോവാം. ആനിമൽസിൽ റിട്രോ വൈറസസ് ആണ് യൂസ് ചെയ്യുന്നത് വെക്ടറായിട്ട് ടു ട്രാൻസ്ഫർ ടാർജറ്റഡ് ജീൻസ് ടു ആനിമൽസിൽ. ഓക്കെ, അപ്പോൾ റിട്രോ വൈറസിൽ ഇനി എന്തുകൊണ്ടാണ് യൂസ് ചെയ്യുന്നത്, നമ്മൾ നേരത്തെ പ്ലാന്റ്സിൽ പറഞ്ഞ പോലെ തന്നെ TI പ്ലാസ്മിഡ് ഹാസ് ദ എബിലിറ്റി ടു ട്രാൻസ്ഫർ TI പ്ലാസ്മിഡ് പോസസ് DNA ദാറ്റ് ഹാസ് ദ എബിലിറ്റി ടു ട്രാൻസ്ഫർ നോർമൽ പ്ലാന്റ് സെൽസ് ടു ട്യൂമറസ്. ഇവിടെ നമ്മൾ ക്യാൻസറാണ് പറയുന്നത്, അല്ലേ? ഓങ്കോ ജീൻസ് എന്ന് കേട്ടിട്ടുണ്ട്, അല്ലേ? ഓങ്കോ ക്യാൻസർ കോസിങ് ജീൻസ് ആണ്. ഈ ക്യാൻസർ കോസിങ് ജീൻസിന് എന്താണ്, ഇങ്ങനെ നമ്മുടെ ശരീരത്തിൽ വന്ന് അത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ക്യാൻസർ ഉണ്ടാവും, അല്ലേ? ക്യാൻസർ 2 ടൈപ്പ്, മ്യൂട്ടേഷൻ വഴി ഉണ്ടാവും,
സഡൻ ഹെറിറ്റബിൾ ചേഞ്ചസ് അല്ലാണ്ട് നമ്മുടെ ശരീരത്തിലുള്ള ജീൻസ്, ക്യാൻസർ കോസിങ് ജീൻസ് ആക്റ്റീവായിട്ടും ക്യാൻസർ ഉണ്ടാവും അല്ലേ. അപ്പോൾ എന്താണ് ഈ റിട്രോ വൈറസസിൻ്റെ ഒരു പ്രത്യേകതയാണ്, നോർമൽ സെൽ ആനിമൽസിലെ നോർമൽ സെൽസിനെ ട്രാൻസ്ഫർ ചെയ്തിട്ട് ക്യാൻസറസ് ആക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട് റിട്രോ വൈറസ് ഹാവ് ദ എബിലിറ്റി ടു ട്രാൻസ്ഫർ നോർമൽ ആനിമൽ സെൽസ് ടു എന്താക്കാൻ ക്യാൻസറസ്. സോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ദ പാത്തോജനിക് എഫക്റ്റ് ഓഫ് റിട്രോവൈറസിസ് ഈസ് ഡിസാംഡ് ആൻഡ് ഇറ്റ്സ് ഓൺലി ട്രാൻസ്ഫറബിൾ എബിലിറ്റി ഈസ് കപ്പാസിറ്റി ഈസ് ടേക്കൺ ആൻഡ് യൂസ്ഡ് ആസ് എ സ്യൂട്ടബിൾ വെക്ടർ ടു ട്രാൻസ്ഫർ ടാർഗറ്റഡ് ജീൻസ് ടു ആനിമൽസ്. ക്ലിയർ ആയല്ലോ? ഓക്കെ, ഇതാണ് നമ്മുടെ ക്ലോണിംഗ് വെക്ടർ എന്നുള്ള ടോപ്പിക്കിലെ എന്താണ് ടൂൾസ് ഓഫ് RDNA ടെക്നോളജിയിലെ ക്ലോണിംഗ് വെക്ടർ എന്നുള്ള ടോപ്പിക്കിലെ ലാസ്റ്റ് പോയിന്റ്. ഓക്കെ, അപ്പോൾ എന്താ 4 പോയിന്റ്സാണ് പറഞ്ഞേ? ഒറൈ സൈറ്റ്, സെലക്റ്റബിൾ മാർക്കേഴ്സ്, ദെൻ ക്ലോണിംഗ് സൈറ്റ്, ദെൻ 4ാമത്തെ പോയിൻ്റായിട്ട് പറഞ്ഞു വെക്ടേഴ്സ് ആർ യൂസ് ടു ട്രാൻസ്ഫർ ടാർഗറ്റഡ് ജീൻസ് ടു പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. പ്ലാന്റ്സിലേക്ക് TA പ്ലാസ്മിഡ് ഓഫ് അക്രോബാക്ടീരിയം ടൂമിഫേഷ്യൻസ് ആൻഡ് ആനിമൽസിലേക്ക് റിട്രോവൈറസ്. തെറ്റരുത് കേട്ടോ, മാറരുതേ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ 3ാമത്തെ ടൂളാണ് കോമ്പിറ്റൻ്റ്. ആരാണ് ടൂൾ? നമുക്കറിയാം, റെസ്ട്രിക്ഷൻ്റെ ന്യൂക്ലിയറിൻ്റെ സഹായത്തോടു കൂടി ഡോണർ DNA-നും ഡിസൈഡ് DNA-നും വെക്ടർ DNA-യും നമ്മൾ കട്ട് ചെയ്തു. ആ കട്ട് ചെയ്ത ഡിസൈഡ് DNA-നെ ഒരു പോർഷൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ അല്ലേ, കട്ട് ചെയ്ത് കളഞ്ഞാൽ വെക്ടർ DNA-യിലേക്ക് ഇൻകോപ്പറേറ്റ് ചെയ്യുന്നു. വിത്ത് ദ ഹെൽപ്പ് ഓഫ് DNA ഗെയ്സ് RDNA ഉണ്ടാവുന്നു. ഇനി RDNA-യിൽ നിന്ന് നമുക്ക് മൾട്ടിപ്പിൾ കോപ്പീസ് ഉണ്ടാക്കണം അല്ലേ. മൾട്ടിപ്പിൾ കോപ്പീസ് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിവുള്ളതിൽ ഓറൈ സൈറ്റ് ഉള്ളത് കൊണ്ടാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ റീകോമനൻ്റ് DNA എടുത്ത് ഏതിലിട്ടാൽ മതി? ബാക്ടീരിയനെ കൾച്ചർ ചെയ്യുന്ന കൾച്ചർ മീഡിയത്തിലേക്ക്, ബാക്ടീരിയ ഗ്രോയിങ് കൾച്ചർ മീഡിയത്തിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ബാക്ടീരിയ മൾട്ടിപ്ലൈ ചെയ്യും, 18 മിനിറ്റ് എടുക്കുള്ളൂ. അപ്പോൾ നമ്മൾ ഈ പ്ലാസ്മിഡിനെ ഇട്ടെടുക്കുമ്പോൾ ബാക്ടീരിയ ഈ ഫോറിൻ DNA-നെ റീകോമ്പിനേഷൻ സംഭവിച്ച RDNA-നെ ആയിരിക്കാം അല്ലെങ്കിൽ പ്ലാസ്മിഡിനെ ആയാലും ഇൻടേക്ക് ചെയ്യും. എന്നിട്ട് അത് ട്രാൻസ്ഫോർമേഷന് വിധേയമാവും. അപ്പോൾ അതിന് ട്രാൻസ്ഫോർമൻസ് എന്ന് പറയും. ഓക്കെ, ക്ലിയർ ആയല്ലോ? എന്നിട്ട് ബാക്ടീരിയ RDNA-നെ എന്താ ചെയ്ത് ഇൻടേക്ക് ചെയ്ത ബാക്ടീരിയ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അതിനെ കൂടെ തന്നെ RDNA മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഓക്കെ, അപ്പോൾ കോമ്പിറ്റൻ്റ് ഹോസ്റ്റ് വേണം എന്ന് പറഞ്ഞു. നമ്മൾ ബാക്ടീരിയയാണ് ഹോസ്റ്റ്. പക്ഷേ നമ്മൾ വെറും ബാക്ടീരിയ എന്നല്ല പറയുന്നത്. തേർഡ് ടൂൾ ഈസ് കോമ്പിറ്റൻ്റ് ഹോസ്റ്റ്. എന്തുകൊണ്ടാണ് കോമ്പിറ്റൻ്റ് എന്നാണ് പറയുന്നത്? ഓക്കെ, നമ്മൾ സാധാ നോർമൽ പ്ലാസ്മിഡ് കോൾ E1 എടുത്തില്ല. ആർട്ടിഫിഷ്യലി റീകൺസ്ട്രക്റ്റഡ് കോൾ E1 ഓഫ് ഈക്കോളൈ ആണ് PBr322. അതാണ് സൂട്ടബിൾ വെക്ടറായിട്ട് RDNA ടെക്നോളജിയിൽ യൂസ് ചെയ്തത്. അതുപോലെ തന്നെ നോർമൽ ആയിട്ടുള്ള ഒരു വെറും ബാക്ടീരിയത്തിനെ നമ്മൾ എന്ത് ചെയ്യില്ല, ഹോസ്റ്റായിട്ട് എടുക്കില്ല. കോമ്പിറ്റൻ്റ് ആയിട്ടുള്ളൊരു ബാക്ടീരിയത്തിനെയാണ് എടുക്കുക. ബാക്ടീരിയത്തിനെ എങ്ങനെ കോമ്പിറ്റൻ്റ് ആക്കും? നമ്മൾ കോമ്പിറ്റൻ്റ് ആക്കാനായിട്ട് ഒരു പ്രൊസീജിയർ ഉണ്ട്. ആ പ്രൊസീജിയറിനെ പറയുന്ന പേരാണ് ബാക്ടീരിയത്തിനെ ഹോസ്റ്റിനെ കോമ്പിറ്റൻ്റ് ആക്കാനുള്ള പ്രൊസീജിയറിനെ പറയുന്ന പേരാണ് ഹീറ്റ് ഷോക്ക് മെത്തേഡ് ഓർ ഇലക്ട്രോപോറേഷൻ. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പോൾ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ, നമ്മളെ DNA ഈസ് എ ഹൈഡ്രോഫിലിക് സബ്സ്റ്റൻസ് ആണ് വിച്ച് കനോട്ട് ഹാവ് ദ എബിലിറ്റി ടു എൻറ്റർ ഇൻ ടു ദി പ്ലാസ്മ മെമ്പറിൻ ഓഫ് ദി ബാക്ടീരിയൽ സെൽ. ഓക്കെ, ബാക്ടീരിയൽ സെല്ലിൻ്റെ സെൽ വാളിൻ്റെ ഉള്ളിലുള്ള പ്ലാസ്മ മെമ്പറിൻ്റെ ഉള്ളിൽ കൂടെ അതിന് ബാക്ടീരിയൽ സെൽ വാളിൻ്റെയും പ്ലാസ്മ മെമ്പറിൻ്റെ ഉള്ളിൽ കൂടെ ഈ ഹൈഡ്രോഫിലിക് ആയിട്ടുള്ള നമ്മുടെ DNA RDNA ആയാലും വെറും പ്ലാസ്മിഡ് ആയാലും പാസ് ചെയ്യാൻ കടന്നു പോകാൻ പറ്റില്ല. അത് കൂടെ കടന്നു പോയാലാണ് ബാക്ടീരിയത്തിൻ്റെ ഉള്ളിലേക്ക് എത്തുള്ളൂ അല്ലേ. അപ്പോഴാണ് ബാക്ടീരിയത്തിൻ്റെ ജീനോ മൾട്ടിപ്ലൈ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ RDNA മൾട്ടിപ്ലൈ ചെയ്യുള്ളൂ. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ ബാക്ടീരിയനെ കോമ്പിറ്റൻ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് എന്താണ് RDNA അവിടെ ഇരിക്കുന്നുണ്ട്. നമ്മുടെ ഹോസ്റ്റ് ബാക്ടീരിയം സെല്ലാണ്. ഈ ഹോസ്റ്റ് ബാക്ടീരിയം സെല്ലിനെ ഫസ്റ്റ് ട്രീറ്റഡ് വിത്ത് സ്പെസിഫിക് കോൺസെൻട്രേഷൻ ഓഫ് ഡൈവാലന്റ് കാറ്റയോൺ സച്ച് ഏസ് Ca2+. ഡൈവാലന്റ് കാറ്റയോണിന് എക്സാമ്പിൾ ഏതൊക്കെ? Ca2+, Mg2+, അല്ലേ. ഇവിടെ ഉപയോഗിക്കുന്നത് Ca2+ ആണ്. അതായത് എന്താണ് ഫസ്റ്റ് സ്റ്റെപ്പ്? The bacterial cell is normal bacterial cell is treated with the specific concentration of divalent cations such as Ca2+. Okay, now the bacterium cell wall. ഈ Ca2+ൽ ഇതിനെ ട്രീറ്റ് ചെയ്യുമ്പോൾ ബാക്ടീരിയത്തിൻ്റെ സെൽ വോളിൽ കുറേ അവിടെ ഇവിടെയായിട്ട് പോസ് എന്ന് പറഞ്ഞാൽ സുഷിരങ്ങൾ ഉണ്ടാവും. ഓക്കെ, ഈ സുഷിരത്തിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ RDNAക്ക് കടന്നു പോകാൻ പറ്റും. ഓക്കെ, അപ്പോൾ കഴിഞ്ഞിട്ടില്ല പ്രൊസീജിയർ. നൗ
pores are present in the cell wall of the bacterial cell wall അല്ല ബാക്ടീരിയ. ഓക്കെ, ഇനി എന്ത് ചെയ്യും? ദിസ് ബാക്ടീരിയ, ഈ ബാക്ടീരിയനെ ഇപ്പോൾ കോമ്പിറ്റൻ്റ് എന്ന് പറയാം. ദിസ് കോമ്പിറ്റൻ്റ് ബാക്ടീരിയ വിത്ത് ആര് RDNA, recombinant DNA plasmid is incubated on ice. എവിടെയാണ് ഇവർ രണ്ടുപേരെയും ഇൻക്യുബേറ്റഡ് ഓൺ ഐസ്. ഐസിൽ രണ്ടുപേരെയും ഇൻക്യുബേറ്റ് ചെയ്യും കുറച്ച് സമയം. അതിനുശേഷം വെരി ബ്രീഫ്ലി ഇവർ രണ്ടുപേരെയും 42 ഡിഗ്രി സെൽഷ്യസിൽ ഹീറ്റ് ഷോക്ക് എന്നാ പറയുക, പ്ലേസ് ചെയ്യും. ഹീറ്റ് ഷോക്ക്. ഓക്കെ, എന്താ പറയുക? ആദ്യം നമ്മൾ എന്ത് ചെയ്യും? ദീസ് കോമ്പീറ്റൻ്റ് ആയിട്ടുള്ള പോഡ് ബാക്ടീരിയൽ സെൽ ഈസ് ഇൻക്യുബേറ്റഡ് വിത്ത് റിക്കോമിനൻ്റ് DNA ഓൺ ഐസ്. ദെൻ ഇറ്റ് ഈസ് ഇവർ രണ്ടുപേരെയും പ്ലേസ്ഡ് ഓൺ ഹീറ്റ് ഷോക്ക് 42 ഡിഗ്രി സെൽഷ്യസ്. ഹീറ്റ് ഷോക്ക് എന്ന് പറഞ്ഞാൽ 42 ഡിഗ്രി സെൽഷ്യസിൽ, അതിനെന്താ പറയുക? ഹീറ്റ് ഷോക്കിൽ രണ്ടുപേരെയും ഹീറ്റ് ഷോക്കിൽ വെക്കും ബ്രീഫ്ലി. നൗ ദ ബാക്ടീരിയം ബിക്കം കോമ്പിറ്റൻറ്റ് ടു ടേക്ക് അപ്പ് ദ RDNA പ്ലാസ്മിഡ്. ഓക്കെ, ഇപ്പോൾ ഇത് RDNA ടേക്കപ്പ് ചെയ്യും. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ദ ബാക്ടീരിയൽ സെൽ ഈസ് ട്രീറ്റഡ് വിത്ത് സ്പെസിഫിക് കോൺസെൻട്രേഷൻ. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ്, ദ റീകോമിനൻ്റ് ബാക്ടീരിയൽ ഹോസ്റ്റ് ബാക്ടീരിയം സെൽ വാൾ വിത്ത് പോർസ് ആർ ഇൻക്യുബേറ്റഡ് ഓൺ ഐസ് വിത്ത് പ്ലാസ്മിഡ്, റിക്കോമിനൻ്റ് DNA പ്ലാസ്മിഡ്. അത് സെക്കൻഡ് സ്റ്റെപ്പ്. തേർഡ് സ്റ്റെപ്പിൽ എന്താണ്? ബോത്ത് ദീസ് ആർ പേസ്ഡ് അറ്റ് ഹീറ്റ് ഷോക്ക് ഓർ 40 ഡിഗ്രി സെൽഷ്യസ് ബ്രീഫ്ലി. നൗ ദ ബാക്ടീരിയം ബിക്കം കോമ്പിറ്റൻറ്റ് ടു ടേക്ക് അപ്പ് ദ recombinant DNA plasmid. Okay, now this plasmid is known as transformant plasmid. അല്ലേ? എങ്ങനെയുള്ള ട്രാൻസ്ഫോർമൻറ്റ്? ദ ട്രാൻസ്ഫോർമൻറ്റ് ബാക്ടീരിയൽ സെൽ വിത്ത് recombinant DNA. ക്ലിയർ ആയല്ലോ? നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇൻസേഷണൽ ആക്ടിവേഷനിൽ. ക്ലിയർ ആയില്ലേ? ഓക്കെ, ഇത്രയാണ് നാലാമത്തെ ഹോസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ കോമ്പിറ്റൻ്റ് ഹോസ്റ്റ്. സാധാ ബാക്ടീരിയം പോലെ അതിനെ കോമ്പിറ്റൻ്റ് ആക്കാനുള്ള പ്രൊസീജിയറാണ് ഹീറ്റ് ഷോക്ക് മെത്തേഡ് ഓർ ഇലക്ട്രോപൊറേഷൻ. ഫസ്റ്റ് ഡൈവാലൻ കാറ്റയോൺ, സ്പെസിഫിക് കോൺസെൻട്രേഷൻ ഓഫ് ഡൈവാലൻ കാറ്റയോണിൽ ട്രീറ്റ് ചെയ്യും. നിറയെ പോസ് സെൽ വോളിലുണ്ടാവും. ആൻഡ് this become competent bacterium with recombinant DNA is incubated on ice. Later it is placed briefly at 42 degrees Celsius or heat shock. Now the bacterium become competent to take up the RDNA, and to take up the RDNA, now it become transformant with RDNA. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇതാണ് നമ്മൾ. അപ്പോൾ ടൂൾസ് ഓഫ് RDNA ടെക്നോളജി ഈസ് ഓവർ. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾക്കൊരു പ്രൊസീജിയർ കൂടി പറഞ്ഞിട്ട് പ്രോസസ്സിലേക്ക് പോവാം. ഏതാണ്? മെത്തേഡ്സ് ഓഫ് ജീൻ ട്രാൻസ്ഫർ. എങ്ങനെയാണ് മെത്തേഡ്സ് ഓഫ് ജീൻ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞിട്ടായിരിക്കും നിങ്ങളോട് ചോദിക്കുക. അപ്പോൾ ടെക്സ്റ്റിൽ തന്നിട്ടുണ്ട്, അതായത് other methods to transfer targeted genes, other method to introduce aligned DNA into host cell എന്ന് പറഞ്ഞിട്ട് 3 മെത്തേഡാണ് തന്നിട്ടുണ്ട്. മൈക്രോ ഇഞ്ചക്ഷൻ, ബയോളിസ്റ്റിക് ജീൻ ഗൺ മെത്തേഡ് ആൻഡ് ഡിസാംഡ് പാത്തജൻ മെത്തേഡ് എന്നാണ് നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നിട്ടുണ്ട്. ഓക്കെ, എന്താണ് ജീൻ ട്രാൻസ്ഫർ മെത്തേഡ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇങ്ങനെ 3 മെത്തേഡായിട്ടാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്കൊരു വേറെ തരത്തിൽ പറയാം. അതായത് there are 2 methods are used to transfer gene to targeted plants and animals. First method is vector mediated gene transfer. Next method is vectorless gene transfer. പ്ലാന്റ്സിലേക്ക് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത് ബയോലിസ്റ്റിക് ജീൻ ഗൺ മെത്തേഡ്. ആനിമൽസിലേക്ക് ഉപയോഗിക്കുന്ന വെക്ടർലെസ് ജീൻ മെത്തേഡാണ് മൈക്രോ ഇഞ്ചക്ഷൻ. മനസ്സിലായോ? നിങ്ങൾക്ക് മനസ്സിലായില്ല? ഇപ്പോൾ പറയാം കേട്ടോ. അതായത് മെത്തേഡ്സ് ടു ഇൻട്രൊഡ്യൂസ് അലൈൻ DNA ഇൻടു ഹോസ്റ്റ് സെൽ എന്ന് പറഞ്ഞിട്ട് 3 മെത്തേഡ് പറഞ്ഞിട്ടുണ്ട്. മൈക്രോ ഇഞ്ചക്ഷൻ, ബയോലിസ്റ്റിക് ജീൻ ഗൺ ആൻഡ് ഡിസാംഡ് പാത്തോജൻ വെക്ടർ മെത്തേഡ്. അപ്പോൾ ഈ ഡിസാംഡ് പാത്തോജൻ വെക്ടർ ഏത് മെത്തേഡായിട്ടാണ് നിങ്ങൾക്ക് തോന്നുന്നത്?
വെക്ടറിനെ ഡിസാം ചെയ്യുക. അത് നമ്മൾ ഓൾറെഡി പഠിച്ചില്ലേ. വെക്ടർ മീഡിയേറ്റഡ് ജീൻ ട്രാൻസ്ഫറിൽ TA പ്ലാസ്മിഡിനെയും ഡിസാം ചെയ്തിട്ട് അതിൻ്റെ ട്രാൻസ്ഫറബിൾ എബിലിറ്റി എടുത്തു. റിട്രോവൈറസസിനെയും ഡിസാം ചെയ്തിട്ട് അതിൻ്റെ ട്രാൻസ്ഫറബിൾ എബിലിറ്റി എടുത്തു അല്ലേ. അപ്പോൾ ഇത് എന്ത് മെത്തേഡായിരിക്കും? ഡിസാംഡ് പാത്തജൻ മെത്തേഡ് എന്ന് പറയുന്നത് വെക്ടർ മീഡിയേറ്റഡ് മെത്തേഡും ഇത് രണ്ടും എന്തായിരിക്കും? വെക്ടർലെസ് മെത്തേഡും ആയിരിക്കും അല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ഇതിനെ ഒന്ന് ചേഞ്ച് ചെയ്യുന്നു. ആൻസർ എഴുതുമ്പോൾ നിങ്ങൾ എന്തും എക്സ്പ്ലെയിൻ ദ ജീൻ ട്രാൻസ്ഫർ വേരിയസ് ജീൻ ട്രാൻസ്ഫർ മെത്തേഡ് എന്ന് പറയുമ്പോൾ ദർ ആർ 2 മെത്തേഡ്സ് ആർ യൂസ്ഡ് ടു ട്രാൻസ്ഫർ ടാർജറ്റഡ് ജീൻസ് ടു പ്ലാന്റ്സ് ആൻഡ് ആനിമൽ. വെക്ടർ മീഡിയേറ്റഡ് ജീൻ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. വെക്ടർ മീഡിയേറ്റഡ് ജീൻ ട്രാൻസ്ഫർ ആണ് ഇൻ പ്ലാന്റ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ ഉപയോഗിക്കുന്ന മെത്തേഡ്. നമ്മൾ എഴുതുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് എഴുതണം. TA പ്ലാസ്മിഡ് ഓഫ് അഗ്രോബാക്ടീരിയം ടൂമിഫേഷ്യൻസ്. ആനിമൽസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ ഉപയോഗിക്കുന്ന വെക്ടറാണ് റിട്രോവൈറസസ് ആനിമൽസിലേക്ക്. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ എഴുതും വെക്ടർ മീഡിയേറ്റഡ് ജീൻ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ എഴുതും there are two vectors are used to transfer gene to targeted plants animals. Plants എന്ന് പറഞ്ഞിട്ട് പ്ലാന്റ്സിലേക്ക് ചെയ്യാൻ TA പ്ലാസ്മിഡ് ഓഫ് അഗ്രോബാക്ടീരിയം ടൂമിഫേഷ്യൻസ്. ഇനി അടുത്തത് ആനിമൽസിലേക്ക് ആരാണ്? റിട്രോവൈറസ് എന്ന് എഴുതും. ഇനി വെക്ടർലെസ് അത് ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു, ഇനി ഞാനിവിടെ പറയുന്നില്ല. ഇനി വെക്ടർ ഉപയോഗിക്കാനുള്ള ജീൻ ട്രാൻസ്ഫർ മെത്തേഡ് ഏതാണെന്ന് ചോദിക്കുമ്പോൾ നമ്മൾക്ക് 2 മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. ഏതൊക്കെയാണ്? അപ്പോൾ ടെക്സ്റ്റിലുള്ളതിന് നമ്മൾ മാറ്റിയതാണ് കേട്ടോ. ടെക്സ്റ്റിൽ 3 മെത്തേഡാണ്: മൈക്രോ ഇഞ്ചക്ഷൻ, ഡിസാംഡ്, ബയോലിസ്റ്റിക് ജീൻ ഗൺ മെത്തേഡ്. അപ്പോൾ നിങ്ങളോട് എക്സ്പ്ലെയിൻ ദ വേരിയസ് മെത്തേഡ് ചോദിക്കുമ്പോൾ ഈ 3 മെത്തേഡ് എഴുതിയാൽ മതി. പക്ഷെ അതിന് നമ്മൾ ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് എഴുതുന്നു. 2 മെത്തേഡ് എന്ന് പറഞ്ഞിട്ട് എഴുതാം. വെക്ടർ മീഡിയേറ്റഡ് ജീൻ ട്രാൻസ്ഫർ ഇങ്ങനെയും ചോദിക്കാം. എക്സ്പ്ലെയിൻ വിച്ച് ഈസ് ദ വെക്ടർ മീഡിയേറ്റഡ് ജീൻ ട്രാൻസ്ഫർ എക്സ്പ്ലെയിൻ എന്ന് പറയുമ്പോൾ അപ്പോൾ നമ്മൾ ഏത് എഴുതിയാൽ മതി? TA പ്ലാസ്മിഡും റിട്രോവൈറസസും. അല്ലെങ്കിൽ MCQ ആയിട്ട് ചോദിക്കാം, which is the vectorless gene transfer which is used to transfer targeted genes to animals. ഓപ്ഷൻസിലേക്ക് വെക്ടർലെസ് ആണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. നിങ്ങൾ ഓപ്ഷനിൽ അഗ്രോബാക്ടീരിയം, TA പ്ലാസ്മിഡ് ഓഫ് അഗ്രോബാക്ടീരിയം, റിട്രോവൈറസ് കണ്ട വശം നമ്മൾ ആനിമൽസ് എന്ന് കണ്ട വശം റിട്രോവൈറസ് ചെയ്തു. പക്ഷേ ചോദിക്കുന്ന ചോദ്യം വെക്ടർലെസ് ആണ്, വെക്ടർ മീഡിയേറ്റഡ് ആണെങ്കിലാണ്. ഓക്കെ, അപ്പം അങ്ങനെയൊക്കെ ചോദിക്കാം. അപ്പോൾ ഈ ഭാഗം ശ്രദ്ധിച്ച് പഠിക്കുക. വെക്ടർലെസ് ജീൻ ട്രാൻസ്ഫർ ആണ് ഇനി പറയാൻ പോകുന്നത്. നമ്മൾ പറഞ്ഞിട്ടില്ല, ഓൾറെഡി വെക്ടർ മീഡിയേറ്റഡ് ജീൻ ട്രാൻസ്ഫർ പറഞ്ഞു. അപ്പോൾ അടുത്തത് വെക്ടർലെസ് ജീൻ ട്രാൻസ്ഫർ മെത്തേഡിൽ റിക്കോമിനൻ്റ് DNA അല്ലെങ്കിൽ ഡിസീഡ് ജീനിനെ പ്ലാന്റ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ ഉപയോഗിക്കുന്ന മെത്തേഡാണ് ആദ്യം നമ്മളിവിടെ പ്ലാന്റ് അല്ലേ പറഞ്ഞത്, അപ്പോൾ ഇവിടെയും പ്ലാന്റ്സ് തന്നെ ഫസ്റ്റ് പറയാം. ബയോലിസ്റ്റിക് ജീൻ ഗൺ മെത്തേഡ്. ഓക്കെ, ജീൻ എന്ന് പറയുമ്പോൾ അല്ല, ഗൺ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, ഒരു ഗണ്ണിൻ്റെ പോലെയുള്ള പ്രവർത്തനം. മൈക്രോ ഇഞ്ചക്ഷൻ എന്ന് പറയുമ്പോൾ ആർക്കായിരിക്കും? ഇവിടെ ഇത് പ്ലാന്റ്സിലേക്ക്, ഇത് ആനിമൽസിലേക്ക്. ഇഞ്ചക്ഷൻ ആർക്ക് എടുക്കുക? സാധാരണയായിട്ട് നമുക്ക് ഹ്യൂമൻ ബീങ്സിന് അല്ലേ. അപ്പോൾ ആനിമൽസിലേക്കുള്ള മെത്തേഡ് ഏതാ? മൈക്രോ ഇഞ്ചക്ഷൻ. ഓക്കെ, വെക്ടർ മീഡിയേറ്റഡ് മെത്തേഡിൽ വെക്ടർ ആരായിരുന്നു? TA പ്ലാസ്മിഡ് പ്ലാന്റ്സിലേക്ക്, ആനിമൽസിലേക്ക് റിട്രോവൈറസ്. അതുപോലെ വെക്ടർലെസ് മെത്തേഡ് പ്ലാന്റ്സിലേക്കുള്ളത് ഏതാ? ബയോലിസ്റ്റിക് ജീൻ ഗൺ മെത്തേഡ്. ഇഞ്ചക്ഷനുള്ള മെത്തേഡ് ഏതാ? ആനിമൽസിലേക്ക്. ക്ലിയർ ആയല്ലോ? ഓക്കെ, ഇനി ഞാൻ ഫസ്റ്റ് പറയാൻ പോകുന്നത് മൈക്രോ ഇഞ്ചക്ഷനാണ്. അടുത്തത് ഇത് പറയും ബയോലിസ്റ്റിക് ജീൻ ഗൺ മെത്തേഡ്. മൈക്രോ ഇഞ്ചക്ഷൻ വളരെ സിമ്പിളാണ്. എന്താണ്? നമ്മൾ ഡയറക്റ്റ്ലി റിക്കോമിനൻ്റ് DNA ആനിമൽ സെൽസിൻ്റെ ന്യൂക്ലിയസിലേക്ക് ഇഞ്ചെക്റ്റ് ചെയ്യുന്നു ഒരു സിറിഞ്ച് ഉപയോഗിച്ചിട്ട്. ഓക്കെ, ബയോടെക്നോളജി ലാബിൽ ഉപയോഗിക്കുന്ന സിറിഞ്ച് ഉപയോഗിച്ചിട്ട് RDNA ഡയറക്റ്റ്ലി ആനിമൽ സെൽസിലേക്ക് ഇഞ്ചെക്റ്റ് ചെയ്യുക. അത്രയേ ഉള്ളൂ മൈക്രോ ഇഞ്ചക്ഷൻ. അപ്പോൾ ഇത് ശ്രദ്ധിക്കേണ്ടത് ഏത് മെത്തേഡാണ്? വെക്ടർലെസ് മെത്തേഡാണ്. ആരിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനാണ്? ഹ്യൂമൻ ബീയിങ്സിലേക്ക് അല്ലെങ്കിൽ ആനിമൽ സെൽസിലേക്ക്. ഇത്ര ആലോചിക്കുക. ചോദിക്കൂട്ടോ, എങ്ങനെ വേണമെങ്കിൽ തിരിച്ചും മറിച്ചൊക്കെ ചോദിക്കാം. അതിൽ നിങ്ങളോട് ഇങ്ങനെ ചോദിക്കുക, ഒരു റാറ്റിലേക്ക് ഒരു ഡിസൈഡ് ജീനിനെ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ഏത് വെക്ടറായിരിക്കും ഉപയോഗിക്കാമെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഏത് വെക്ടർലെസ് മെത്തേഡാണ് ഉപയോഗിക്കാമെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഏതും മൈക്രോ ഇഞ്ചക്ഷൻ. ഓക്കെ, തെറ്റരുത് കേട്ടോ. ഇനി ബയോലിസ്റ്റിക് ജീൻ ഗൺ മെത്തേഡ്, അത് ശ്രദ്ധിക്കുക. ബയോലിസ്റ്റിക് ജീൻ ഗൺ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ആദ്യം പറയാം. ബയോലിസ്റ്റിക് ജീൻ ഗൺ മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജീൻ ഗൺ ഉപയോഗിക്കുക. ഗണ്ണിനൊരു കാർട്രിഡ്ജ് ഒരു ഉണ്ട ഉണ്ടായിരിക്കും. ഈ ഉണ്ടയിൽ നമ്മൾ ഡിസൈഡ് ജീനിനെ കോട്ട് ചെയ്തിട്ട് ഹൈ വെലോസിറ്റിയിൽ നമ്മൾ പ്ലാന്റ് സെല്ലായിട്ട് ഇതിനെ കൂട്ടിയിടിപ്പിക്കും.
അപ്പോൾ ഈ കോട്ട് ചെയ്ത ഡിസൈഡ് ജീനിനെ പ്ലാന്റ് സെല്ലിലേക്ക് ട്രാൻസ്ഫർ ചെയ്തോളും. ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പം നമ്മൾ ഉണ്ടേനെ നമ്മൾ മാറ്റാൻ പോവാണ്. ഉണ്ട എന്നുള്ളതിന് പകരം ആരാണ്? മൈക്രോ പാർട്ടിക്കിൾസ് ഓഫ് ഗോൾഡ് ആൻഡ് ടങ്സ്റ്റൺ. അതാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന ഉണ്ട. ഓക്കെ, എന്താണ്? മൈക്രോ പാർട്ടിക്കിൾസ് ഓഫ് ഗോൾഡ് ഓർ ടങ്സ്റ്റൺ. ഗോൾഡിൻ്റെയും ടങ്സ്റ്റൻ്റെയും മൈക്രോ പാർട്ടിക്കിൾസ്. അതിനെന്ത് ചെയ്തിട്ടുണ്ട്? അത് കോട്ടഡ് വിത്ത് ഡിസൈഡ് DNA ഓർ RDNA. അപ്പോൾ എന്തെടുത്ത്? മൈക്രോ പാർട്ടിക്കിൾസ് ഓഫ് ഗോൾഡ് ആൻഡ് ടങ്സ്റ്റൺ കോട്ടഡ് വിത്ത് ഡിസൈഡ് DNA ഓർ RDNA. അതിനെന്ത് ചെയ്യിപ്പിക്കും? ഈ ബൊംബാർഡഡ് കൂട്ടി പിടിപ്പിക്കും. ബൊംബാർഡഡ് വിത്ത് ഹൈ വെലോസിറ്റിയിൽ എന്തായിട്ട്? പ്ലാന്റ്സിലായിട്ട് കൂട്ടിയിടിപ്പിക്കും. അപ്പോൾ ട്രാൻസ്ഫർ ചെയ്യും. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോൾ ബയോളിസ്റ്റിക് ജീൻ ഗൺ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഗണ്ണ് ആലോചിക്കുക. ഗണ്ണ് ആരാണ്? മൈക്രോ പാർട്ടിക്കിൾസ് ഓഫ് ഗോൾഡ് ആൻഡ് ടങ്സ്റ്റൺ കോട്ടഡ് വിത്ത് ഡിസൈഡ് DNA ഓർ ഡിസൈഡ് ജീൻ ഈസ് ബൊംബാർഡഡ് വിത്ത് ഹൈ വെലോസിറ്റി ഇൻ ടു പ്ലാന്റ് സെൽസ്. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. ടെക്സ്റ്റിൽ പോലെ പഠിക്കാൻ നിൽക്കുമ്പോൾ നമുക്ക് വേർഡൊക്കെ മാറിപ്പോകും. ഇങ്ങനെ പഠിക്കാം. ഉണ്ടാരാണ്? മൈക്രോ പാർട്ടിക്കിൾസ് ഓഫ് ഗോൾഡ് ആൻഡ് ടങ്സ്റ്റൺ. വെരി ഇമ്പോർട്ടൻ്റ് ആ. നിങ്ങൾക്ക് ഡയമണ്ട് അത് ഇതൊക്കെ പറഞ്ഞു തരും. തെറ്റരുത്. ഗോൾഡ് ഓർ ടങ്സ്റ്റൺ ഈസ് കോട്ടഡ് വിത്ത് ഡിസൈഡ് DNA ഈസ് ബൊംബാർഡഡ് വിത്ത് ഹൈ വെലോസിറ്റി ഇൻ ടു പ്ലാന്റ് സെൽ. ഇതാണ് നമ്മുടെ ബയോളിസ്റ്റിക് ഓർ ജീൻ ഗൺ മെത്തേഡ് എന്ന് പറയുന്നത്. ഇത് ഏതിലേക്കാണ്? പ്ലാന്റ്സിലേക്ക്. മൈക്രോ ഇഞ്ചക്ഷൻ എവിടേക്കാണ്? ആനിമൽസിലേക്ക്. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇനി ഡിസാംഡ്, ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുള്ള ഡിസാംഡ് പാത്തജൻ വെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണിത്? ഇത് വെക്ടർ അല്ലേ? അതർ മെത്തേഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഓൾറെഡി ഇവർ പറഞ്ഞിട്ടുണ്ട് ടെക്സ്റ്റിൽ. വെക്ടർ മീഡിയേറ്റഡ് മെത്തേഡ് എന്ന് പറഞ്ഞിട്ട് എന്ത് തന്നിട്ടുണ്ട്? TA പ്ലാസ്മിഡും റിട്രോവൈറസും തന്നിട്ടുണ്ട്. ഇനി ടെക്സ്റ്റിൽ വേറൊരു ഭാഗത്ത് പറയുന്നതാണ് അതർ മെത്തേഡ്സ് എന്ന് പറഞ്ഞിട്ട് 3 മെത്തേഡ് പറയുന്നുണ്ട്. ഏതാണ് 3 മെത്തേഡ്സ്? എങ്ങനെ ചോദിച്ചാലും 3 എഴുതാം. വെക്ടർലെസ്സിലും വെക്ടറിലും ഈ 3ാമത്തെ മെത്തേഡ് എഴുതാം കേട്ടോ. വെക്ടർലെസ് ചോദിച്ചാലും 3ാമത്തെ മെത്തേഡ് എഴുതാം. എന്താ വെച്ചാൽ അതർ മെത്തേഡ്സ് എന്ന് പറഞ്ഞിട്ട് വേറൊരു ഭാഗത്ത് ടെക്സ്റ്റിൽ പറഞ്ഞതിൽ ബയോളിസ്റ്റിക് ജീൻ മെത്തേഡ് ഫോർ പ്ലാന്റ്സ്, മൈക്രോ ഇഞ്ചക്ഷൻ ഫോർ ആനിമൽസ് ആൻഡ് ഡിസാംഡ് പാത്തജൻ വെക്ടേഴ്സ് ഈസ് ഓൾസോ യൂസ്ഡ് ടു ട്രാൻസ്ഫർ ദി റീകോമൻഡ് DNA ഇൻടു ദി ഹോസ്റ്റ് സെൽ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ അതുകൂടി എഴുതാം. ആക്ച്വലി ഡിസാംഡ് പാത്തജൻ വെക്ടർ എന്ന് പറഞ്ഞാൽ വെക്ടറിനെ ഡിസാം ചെയ്തിട്ടുള്ള ആരാണ്? TA പ്ലാസ്മിഡിൻ്റെയും ഇതിൻ്റെ കേസാണ്. പക്ഷെ അതർ മെത്തേഡ് എന്ന് പറയാൻ കാരണം എന്താ? ഓൾറെഡി വെക്ടർ മീഡിയേറ്റഡ് മെത്തേഡ് 2 പറഞ്ഞിട്ടുണ്ട് അല്ലേ? പിന്നെ അതർ മെത്തേഡ് എന്ന് പറയുമ്പോൾ വെക്ടർലെസ് മെത്തേഡാണല്ലോ. അപ്പോൾ ആ കൂട്ടത്തിൽ ആരെയും പെടുത്തിയിട്ടുണ്ട്? ഡിസാംഡ് പാത്തജൻ മെത്തേഡ്. അപ്പോൾ നിങ്ങൾ വെക്ടർലെസ്സും വെക്ടറും എഴുതുമ്പോഴും 2ലും ഡിസാംഡ് പാത്തജൻ മെത്തേഡ് എഴുതിക്കോളൂ. വെക്ടർലെസ് എഴുതുമ്പോൾ നമുക്ക് ഈ 2 മെത്തേഡിൻ്റെ കൂടെ ഡിസാംഡ് ചെയ്താൽ വെക്ടർ മീഡിയേറ്റ് ചെയ്യുന്ന എഴുതുമ്പോൾ നമ്മൾ TA പ്ലാസ്മിഡിൻ്റെയും റിട്രോവൈറസിൻ്റെയും കാര്യം എഴുതാം. ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പോൾ നമ്മുടെ ടൂൾസ് ഓഫ് RDNA ടെക്നോളജി എന്നുള്ള ടോപ്പിക്ക് ഒരു വലിയൊരു ടോപ്പിക്കായിരുന്നു. അതിപ്പോൾ തീർന്നിരിക്കുന്നു. ഓക്കെ, എല്ലാവർക്കും ഈ ക്ലാസ് മനസ്സിലായിട്ടുണ്ടായിരിക്കുന്നു വിചാരിക്കുന്നു. മനസ്സിലായെങ്കിൽ, ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. ലാസ്റ്റ് വീഡിയോ ആണ് കേട്ടോ നമ്മുടെ ബയോടെക്നോളജി പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്സസ് ഇൻവോൾവ് ഇൻ RDNA ടെക്നോളജി. എല്ലാ പ്രോസസ്സും സിമ്പിളായിട്ട് നമുക്ക് ഒരു വീഡിയോയിൽ പറയാം. ഭയങ്കര സിമ്പിളായിട്ടുള്ള ടോപ്പിക്ക് എല്ലാം ഓൾറെഡി നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു. 3 ടോപ്പിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ടോപ്പിക്ക് നമുക്ക് എക്സ്ട്രാ പഠിക്കാനുണ്ടായിരിക്കും. ആ ടോപ്പിക്കുകളാണ് ജെൽ ഇലക്ട്രോഫോറസിസ്, പൊളിമറൈസ് ചെയിൻ റിയാക്ഷൻ ആൻഡ് ബയോറിയാക്ടർ. ഈ മൂന്ന് പ്രോസസ്സും കൂടി പഠിച്ചതിന് ശേഷം, ബയോറിയാക്ടർ ഇൻസ്ട്രുമെൻ്റാണ്, ജെൽ ഇലക്ട്രോഫോറസിസ് ഒരു മെത്തേഡാണ്, PCR ഒരു മെത്തേഡാണ്. ഈ 3 മെത്തേഡ് നമ്മൾ ഇതുവരെ എവിടെയും പഠിച്ചിട്ടില്ല. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡ്സാണ്. എപ്പോഴും ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യനാണ്. അതും പിന്നെ ബാക്കിയുള്ള സ്റ്റെപ്സും നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പഠിക്കാം. ഓക്കെ, സി യു, ബൈ.